Hi all, welcome to ONCE. In this session, we will be discussing some of the practice questions from 8051 microcontroller. Okay, 8051 microcontroller relate to questions discuss. So let's start. First question. Out of the 4 ports of 8051, which one needs a pull-up resistor for using it as an input or output port? Okay, 8051 il ഏത് പോർട്ടിനാണ് ഒരു പുൾ അപ്പ് റെസിസ്റ്ററിന്റെ റിക്വയർമെന്റ് ഉള്ളതെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 8051 ന് എത്ര പോർട്ട്സ് ഉണ്ട്? 4 പോർട്ട്സ് ഉണ്ട്. ഏതൊക്കെയാണത്? പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2 ആൻഡ് പോർട്ട് 3. ഈച്ച് പോർട്ട്സിന് 8 പിൻസും പോസിബിൾ ആണ്. സോ നമുക്ക് അതിന്റെ ഡയഗ്രാം നോക്കാം. ഇതാണ് 8051ന്റെ പിൻ ഡയഗ്രാം. നമുക്കറിയാം 8051 എന്ന് പറയുന്നത് ഒരു 40 പിൻ ഡിവൈസ് ആണ്. അതും ഡ്യുവൽ ഇൻലൈൻ പാക്കേജിംഗ് ആണ് വരുന്നത്. പോർട്ട്സ് എന്ന് പറയുന്നത് P0, P1, P2 ആൻഡ് P3. ഓക്കെ, പോർട്ട് 0യും പോർട്ട് P2 പോർട്ട് 0യും P2 എന്ന് പറയുന്ന പോർട്ടും നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടായിട്ടല്ലാതെ പിന്നെ എന്താ അതിൻ്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്, നമുക്ക് അഡ്രസ് ഇൻ ഡാറ്റാബേസിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യാൻ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി അതിന് അവൈലബിൾ ആയിരിക്കും. അതേപോലെ പോർട്ട് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് പ്യുവർലി ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടായിട്ട് മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. വേറസ് പോർട്ട് 3 എന്ന് പറയുന്നതിനും അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് നമുക്ക് റിസീവ് ട്രാൻസ്മിറ്റ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യാൻ ആവശ്യമുണ്ടാവും. അതേപോലെ ഇന്ററപ്റ്റ്സ്, എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ്, പിന്നെ ഇന്റേണൽ ഇൻട്രപ്റ്റ്സ്, ടൈമർ 0, ടൈമർ 1 ഇൻട്രപ്റ്റ്സ്, പിന്നെ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോർട്ട് 3 എന്ന് പറയുന്നതിനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താ ചോദിച്ചിട്ടുള്ളത്, ഏതിനാണ് പുൾ അപ്പ് റെസിസ്റ്ററിന്റെ റിക്വയർമെന്റ് ഉള്ളതെന്നാണ്. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് പോർട്ട് 0. പോർട്ട് 0-നാണ് നമ്മളൊരു പുൾ അപ്പ് റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ പോർട്ട് 0ന്റെ ഇന്റേണൽ ഡയഗ്രാം, അതായത് നമ്മുടെ മൈക്രോ കൺട്രോളിന്റെ ഇന്റേണൽ ഡയഗ്രാം എടുക്കുമ്പോഴത്തേക്കും ഒരു ഓപ്പൺ കളക്ടർ കോൺഫിഗറേഷനിലുള്ള ഓപ്പൺ കളക്ടർ കോൺഫിഗറേഷനുള്ള ഓപ്പൺ കളക്ടർ ആയിട്ടുള്ള TTL കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഓപ്പൺ ഡ്രെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോർട്ട് 0ന്റെ പിന്ന് നമ്മൾ ഔട്ട് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ആ സ്ട്രക്ചറിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പുൾ അപ്പ് റെസിസ്റ്റർ കൊടുത്തില്ലെങ്കിൽ ആ പിൻ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. ഇപ്പോൾ ചില സമയത്ത് അത് ഫ്ലോട്ടിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പുൾ അപ്പ് റെസിസ്റ്റർ കൊടുക്കുന്നത്. ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അത് പറയാം. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ലാച്ച് ഉണ്ട്, ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡി ലാച്ച് ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് Q bar and you are taking output from Q bar. This one be your MOS structure, open drain ആയിട്ടുള്ള MOS structure അല്ലെങ്കിൽ ടോട്ടൽ ഓപ്പൺ കളക്ടർ കോൺഫിഗറേഷനിലുള്ള TTL സർക്യൂട്ട് ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഇതിൽ നിന്നാണ് നമ്മൾ പോർട്ട് 0 സെലക്ട് ചെയ്യുന്നത്. പോർട്ട് 0ന്റെ പിൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ സർക്യൂട്ടിൽ നിന്നാണ് വിചാരിക്കുക. സപ്പോസ് നമ്മൾ ഇതിലേക്ക് ഡിയിലേക്ക് നമുക്ക് ലാച്ച് ചെയ്യേണ്ടത് 1 എന്നുള്ള ബിറ്റ് ആണെങ്കിൽ കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഈ Q ബാർ എന്ന് പറയുന്നത് എന്ത് പറ്റും, അത് 0 ആവും. സോ Q ബാർ 0 ആവുന്ന ടൈമിൽ എന്താണ്, നമ്മുടെ ഈ MOS ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകും. സോ ഓഫ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും, ആ പിൻ എന്ന് പറയുന്നത് എന്ത് പറ്റും, നമ്മുടെ ഈ പോർട്ട് 0 എടുക്കുന്ന പിൻസ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ആയിട്ടിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു കറണ്ട് സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഒരു പുൾ അപ്പ് റെസിസ്റ്റർ ആണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ആൻഡ് പുൾ അപ്പ് റെസിസ്റ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 10K ഉള്ള പുൾ അപ്പ് റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ, നമുക്കിപ്പോൾ എത്ര വാല്യൂ ഒന്നും ചോദിച്ചിട്ടില്ല, ജസ്റ്റ് അത് അറിഞ്ഞിരിക്കുക. പുൾ അപ്പ് റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത് പോർട്ട് 0 എന്ന് പറയുന്ന പിന്നിനാണ്. നെക്സ്റ്റ്, പോർട്ട് 0 എന്ന് പറയുന്ന പിന്നല്ല, പോർട്ട് 0 എന്ന് പറയുന്ന പോർട്ടിനാണ് നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, the next question, which of the following comes under the indexed addressing mode? Okay, addressing modes il index addressing mode ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്, move x a comma dptr, move c at a comma a plus dptr comma a, move a comma r0, move at r0 comma a. So നമുക്ക് എത്ര addressing modes ഉണ്ട് for an 8051? you have ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇമ്മീഡിയറ്റ് അല്ലേ, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, ദെൻ ഇൻഡയറക്റ്റ്
addressing mode, direct addressing mode, then fifth one എന്ന് പറയുന്നത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ്. സോ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൽ എന്താ സംഭവിക്കുന്നത്? ഡയറക്റ്റ് നമുക്കൊരു ഹാഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് ആ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാം അല്ലേ. സോ സപ്പോസ് നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് മൂവ് എ കോമ ഹാഷ് 25H എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെക്സാഡെസ് 25 ഹെക്സാഡെസിമൽ വാല്യൂ നമ്മൾ അതിനെ ഡയറക്റ്റ് എ എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്? രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് നമ്മൾ ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സിനെ കൂടി നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുക. അപ്പൊ അതിന് എക്സാമ്പിൾ എന്ത് പറയാം? നമുക്ക് മൂവ് എ കോമ R0 എന്ന് പറഞ്ഞാൽ എന്താണ്? R0യിലെ കണ്ടന്റ് നമ്മൾ എ എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാണ്. അതല്ല സപ്പോസ് നമുക്ക് ആഡ് എന്നുള്ള ഓപ്പറേഷൻ ആണ് ചെയ്യണമെങ്കിലോ, ആഡ് എ കോമ R0 എന്ന് പറഞ്ഞാൽ R0യിലുള്ള കണ്ടന്റും നമ്മുടെ അക്യുമുലേറ്റർ രജിസ്റ്ററിലുള്ള കണ്ടന്റും കൂടി ഡയറക്ട്ലി ആഡ് ചെയ്ത് അതിന്റെ റിസൾട്ട് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? എ എന്ന് പറയുന്ന രജിസ്റ്ററിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ? ഇൻഡയറക്റ്റ്. ഇൻഡയറക്റ്റിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ടല്ല അവിടെ എന്താ ചെയ്യുന്നേ? മൂവ് എ കോമ അറ്റ് R0. ഓക്കെ, R0 എന്ന് പറയുന്ന രജിസ്റ്റർ പോയിന്റ് ചെയ്യുന്നത് വേറൊരു അഡ്രസ് ആയിരിക്കും. ആ അഡ്രസ്സിലുള്ള കണ്ടന്റ് ആയിരിക്കും നമ്മൾ എ എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അതാണ് ഈ ഇൻസ്ട്രക്ഷന്റെ മീനിങ്. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്റ്റ് നമ്മൾ രജിസ്റ്റേഴ്സിൽ നിന്ന് ചേഞ്ച് ചെയ്യുകയല്ല, രജിസ്റ്ററിൽ നിന്നുള്ള വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇൻസ്റ്റഡ് ആ രജിസ്റ്റർ പോയിന്റ് ചെയ്യുന്നത് ഒരു മെമ്മറി അഡ്രസ്സിലേക്കായിരിക്കും. ആ അഡ്രസ് ലൊക്കേഷനിലുള്ള കണ്ടന്റ് ആണ് നമ്മൾ എ എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. സോ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ എങ്ങനെയാണ്? നമുക്ക് ഡയറക്റ്റ് നമ്മൾ ആ മെമ്മറി ലൊക്കേഷൻ ആണ് കൊടുക്കുന്നത്. റാമിന്റെ മെമ്മറി ലൊക്കേഷൻ നമ്മൾ ഡയറക്റ്റ് ആ ഇൻസ്ട്രക്ഷനിൽ കൊടുക്കുകയാണ്. സോ ആ ഇൻസ്ട്രക്ഷനിൽ മീൻ ചെയ്യുന്നത് ആ മെമ്മറി ലൊക്കേഷനിലുള്ള കണ്ടന്റ് ആണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ എക്സാമ്പിൾ ആയിട്ട് പറയാം, മൂവ് എ കോമ 40H എന്ന് പറഞ്ഞാൽ 40H എന്ന് പറയുന്ന റാം ലൊക്കേഷനിലുള്ള കണ്ടന്റിനെയാണ് മൂവ് ചെയ്യേണ്ടത്. സോ ഡയറക്ട്ലി നമ്മൾ പറയുന്നത് മെമ്മറി ലൊക്കേഷനാണ് നമ്മൾ ഡയറക്ട്ലി ആ ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്യുന്നത്. ഇൻഡയറക്ട്ലി എന്താ ചെയ്ത്? ഒരു രജിസ്റ്റർ യൂസ് ചെയ്തു. ആ രജിസ്റ്ററിലുള്ളത് എന്താണ്? ആ രജിസ്റ്റർ പോയിന്റ് ചെയ്യുന്നത് ഒരു മെമ്മറി ലൊക്കേഷനാണ്. ആ ലൊക്കേഷനിലുള്ള കണ്ടന്റ്സിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നതിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുള്ളത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ്. ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എക്സ്റ്റേണലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം കോഡ് മെമ്മറിയിൽ നിന്ന് നമ്മൾ ആക്സസ് ചെയ്യുന്നതിനെയാണ് ഈ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ എഴുതാം? നമുക്ക് മൂവ് സി എ കോമ at a plus dptr. ഓക്കെ, അപ്പൊ ഇതിൽ dptr എന്ന് പറയുന്നത് അതിന്റെ ബേസ് രജിസ്റ്റർ ആയിരിക്കും. ആൻഡ് ദിസ് വൺ എന്ന് പറയുന്നത് അതിന്റെ ഓഫ്സെറ്റ് അഡ്രസ് ആണ് കാണിക്കുന്നത്. ആൻഡ് എ എന്ന് പറയുന്നത് നോർമൽ രജിസ്റ്റർ. അപ്പോൾ അറ്റ് എ പ്ലസ് dptr എന്ന് പറയുന്നതിനായിരിക്കും ആ കണ്ടന്റ്, ആ ലൊക്കേഷനിൽ വരുന്ന കണ്ടന്റിനെയാണ് നമ്മൾ എ എന്ന് പറയുന്ന ഇതിലേക്ക് മൂവ് ചെയ്യുന്നത്. ആൻഡ് സി ഡിനോട്ട്സ് നമ്മളൊരു സെപ്പറേറ്റ് ലുക്കപ്പ് ടേബിൾ അല്ലെങ്കിൽ പ്രോഗ്രാം കോഡ് മെമ്മറിയിലുള്ള ഡാറ്റേനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ മൂവ് സി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ വരുന്നത്. സപ്പോസ് ഇവിടെ മൂവ് എക്സ് ആയിരുന്നെങ്കിലോ, മൂവ് എക്സ് എന്നാണ് മീൻ ചെയ്യുന്നത് പറയുന്നതെങ്കിൽ അത് ഡിനോട്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഡാറ്റ മെമ്മറീനെ ആക്സസ് ചെയ്യുന്നതാണ്. അപ്പൊ സി എന്ന് പറയുന്നത് കോഡ് മെമ്മറിയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, അറ്റ് എ പ്ലസ് dptr എന്നുള്ള കണ്ടന്റിനെ എടുത്ത് എയിലേക്ക് മൂവ് ചെയ്യുന്നു. അല്ലെങ്കിൽ അത് തിരിച്ചു നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? മൂവ് സി അറ്റ് എ പ്ലസ് dptr കോമ എ. ഓക്കെ, സോ നമുക്കിത് ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. നമുക്ക് ഇത് വെച്ച് നോക്കാം നമുക്ക് ഓപ്ഷനിൽ ഏതാണ് വരുന്നതെന്ന്. ഓക്കെ, മൂവ് എക്സ് എ കോമ dptr എന്ന് പറഞ്ഞാൽ അതല്ല നമുക്ക് വേണ്ടത്. യു നീഡ് റിക്വയർ ആൻ ഓഫ്സെറ്റ് അഡ്രസ് പ്ലസ് ബേസ് രജിസ്റ്റർ. ഓക്കെ, സോ അടുത്ത ഒന്ന് എന്താ? മൂവ് സി അറ്റ് എ പ്ലസ് dptr കോമ എ. ഓക്കെ, അത് നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തൊരു ഇതായിരുന്നു. ഓപ്ഷൻ സി എന്താണ്? മൂവ് എ കോമ R0. മൂവ് ഡി എന്ന് പറയുന്നത് മൂവ് അറ്റ് R0
A. അപ്പൊ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? ഓപ്ഷൻ ബി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The 8051 can handle dash interrupt source. 8051 എത്ര interrupt sources ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര ഹാൻഡിൽ ചെയ്യാൻ പറ്റും? 8051 5 interrupts ആണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4, 5 ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ ഏതൊക്കെയാണ് ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത്? എത്ര ഇന്ററപ്റ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു? നമ്മൾ 5 ഇന്ററപ്റ്റ്സ് ആണെന്ന് പറഞ്ഞു. 8051 ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ യു ക്യാൻ സേ വൺ ഇസ് രണ്ടെണ്ണം എന്ന് പറയുന്നത് ടൈമർ ഇന്ററപ്റ്റ്സ് ആണ്. ടൈമർ 0-ന്റെയും ടൈമർ 1-ന്റെയും ഇന്ററപ്റ്റ്. പിന്നുള്ളത് ഹാർഡ്വെയർ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ആണ്. അതും അഗെയിൻ രണ്ടെണ്ണം വരും. വൺ ഇസ് INT0 ആൻഡ് അതർ വൺ ഇസ് INT1. അതായത് ടൈമർ 0 റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഇന്ററപ്റ്റ്, ടൈമർ 1 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്റ്റേണൽ ഇന്ററപ്റ്റ്. ദെൻ ദ അതർ വൺ ഇസ് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഇന്ററപ്റ്റ് ആണ്. സോ ടോട്ടൽ നമുക്ക് 5 ഇന്ററപ്റ്റ്സ് പോസിബിൾ ആണ്. നെക്സ്റ്റ് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതെന്ന് പറയുന്നത് പ്രയോറിറ്റി. ഏതിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഏതിനാണ് ലോവസ്റ്റ് പ്രയോറിറ്റി? ഇപ്പം നമ്മൾ 5 ഇന്ററപ്റ്റ്സ് പറഞ്ഞല്ലേ, ഏതൊക്കെയാണ്? 2 ടൈം ഇന്റേണലി വരുന്ന 2 വരും, എക്സ്റ്റേണലി വരുന്ന 2 ഉണ്ട്, പിന്നെ ഉള്ളത് ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ആണ്. അപ്പൊ ഈ 5 എണ്ണത്തിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഇന്ററപ്റ്റിന്റെ ടൈമർ 0-ന്റെ എക്സ്റ്റേണൽ ഇന്ററപ്റ്റിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി ഫസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് കംസ് ദ ടൈമർ 1-ന്റെ ഇന്ററപ്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ടൈമേഴ്സ് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഫോർ ദ ടൈമർ 0, ദെൻ ടൈമർ 1. നെക്സ്റ്റ് വരുന്നത് ടൈമർ 1-ന്റെ ഇന്ററപ്റ്റും ലാസ്റ്റ് ആയിരിക്കും സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ വരിക. ഞാനതൊന്ന് എഴുതി കാണിക്കാം. നമുക്ക് ടോട്ടലി വരുന്ന ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് ടൈമർ ഇന്ററപ്റ്റ് ആണ്. ഓക്കെ, ടൈമർ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് 2 പോസിബിൾ ആണ്. വൺ ഇസ് ഫോർ ടൈമർ 0 ആൻഡ് അതർ വൺ ഇസ് ഫോർ ടൈമർ 1. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ആണ്. ആൻഡ് അഗെയിൻ അത് 2 ഉണ്ട്. വൺ ഇസ് ഫോർ ടൈമർ 0 ആൻഡ് the other one is for timer 1. Then serial communication the interrupt ആണ്, that is RI or TR, receive അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രയോറിറ്റി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ്? INT0 ഹയസ്റ്റ് പ്രയോറിറ്റി. നെക്സ്റ്റ് കംസ് T0, അത് കഴിഞ്ഞിട്ട് വരുന്നത് INT1, then T1, then last is serial interrupt. Okay, so this is the priority list. So highest priority എന്ന് പറയുന്നത് ഇതിനാണ്, INT0 ആണ്. അപ്പൊ പ്രയോറിറ്റി താഴത്തേക്കാണ് കുറഞ്ഞു. ഈ ലിസ്റ്റ് എഴുതിയതനുസരിച്ച് പ്രയോറിറ്റി ഡിക്രീസസ്, താഴത്തേക്ക് പോകുന്തോറും പ്രയോറിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ടൈമർ 0. So with this we are winding today's class. നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നെക്സ്റ്റ് കമ്മിങ് ക്ലാസ്സസിൽ കാണാം. ഓക്കെ, താങ്ക് യു.